പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. ആ കിടത്തുന്നു കുട്ടിയുടെ ജാനിക്കുട്ടിയുടെ മഴപ്പാട്ട് മാമി കേട്ടില്ല ഒന്നുകൂടെ പാടി. മഴ 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 പെയ്യുന്നു, ചറവറ ചറവറ പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മാനത്തപ്പൻ പട്ടായത്തിൽ തേങ്ങ വിറക്കി ഇടുന്നില്ല. നല്ല പാട്ടാണല്ലോ. കാണിച്ച് കൊള്ളാം കേട്ടോ, കൊള്ളാം 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 കൊള്ളാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാൽ വാങ്ങിച്ചു, കടല മേടിച്ചു, ഒരു ലിക്വിഡ് വാങ്ങിച്ചു, പിന്നെ സവാള മേടിച്ചു. ഇത്രയും സാധനങ്ങൾ മേടിച്ചു. മഴയായിരുന്നു. മോനിക്കുട്ടന് രാവിലെ ആയിരുന്നു ട്യൂഷൻ. രാവിലെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് അപ്പം ഇല്ലില്ല, ഉരുളക്കിഴങ്ങില്ല, ഉരുളക്കിഴങ്ങ് തീർന്നു. ഉരുളക്കിഴങ്ങ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാന്നുണ്ട്. അപ്പൊ അവിടെയും സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇനിയിപ്പൊ നാളെ പച്ചക്കറികൾ മേടിക്കാൻ പോകുമ്പോ മേടിക്കാമെന്ന് ഓർത്തു. നാളെ അവധിയാണോ സ്കൂൾ? ആയിരിക്കും, അറിയത്തില്ല. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാരും വന്ന് ഒരുപാട് അനുഗ്രഹവും ആശീർവാദവും ഒക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ കമന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പിന്നെ വയ്യാഴി കൊണ്ട് വീഡിയോ ഒക്കെ ഒരുപാട് താമസിച്ചു ഇടാൻ വേണ്ടിയിട്ട്, അതേ ഉള്ളു കുഴപ്പം. അപ്പം വിവരങ്ങൾ അന്വേഷിച്ചവരോടും നല്ല വാക്കുകൾ പറഞ്ഞവരോടും ഒക്കെ സ്നേഹം അറിയിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയില് പണികളൊന്നുമില്ല. കാരണം അമ്മ ചോറ് വെച്ചു, ചക്ക വേവിച്ചു, പിന്നെ ഉണക്കമീൻ തോരൻ വെച്ചു. ഞാന് കുറച്ച് മീൻ മേടിച്ചോണ്ട് വന്നിട്ട് ശീലാവ് മേടിച്ചു, 1/2 കിലോ മേടിച്ചു. അപ്പൊ അത് ചിലപ്പോ അങ്ങ് വെട്ടി വെക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ മോരുകറിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നിനിയിപ്പൊ മീൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. മീൻ അങ്ങ് വെട്ടി കഴുകി എടുത്ത് വെക്കാമെന്ന് ഓർത്ത് കേട്ടോ. പിന്നെ വേറെ എന്തോ വിശേഷം? വേറെ പ്രത്യേകിച്ച് ഇന്ന് പകലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. കുഞ്ഞോന് പനിയായിരുന്നു. കുഞ്ഞോനെ കൊണ്ട് ഡോക്ടറെ കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു. മരുന്ന് ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി, പനി ജലദോഷം ഉണ്ടായിരുന്നു, അതിന് കൊണ്ടുപോയി മരുന്ന് മേടിച്ചാണ്, കുറയുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും കൊണ്ടുവന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പകലത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വലിയ പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ നിർത്താട്ടോ. അപ്പോൾ ചോറും ഉണക്കമീൻ തോരനും ചക്ക വേവിച്ചതും മോരുകറിയൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് അടുക്കളയിൽ പാചകം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. നല്ല മഴയായിരുന്നു, പകലെല്ലാം മഴയായിരുന്നു. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ വന്ന വഴിക്ക് അപ്പൂന്റെ വീട്ടിലൊന്ന് കയറി കുറച്ച് പോയിട്ട് വന്നൊക്കെ ഞാനൊന്ന് കണ്ട് സംസാരിച്ചു. ഒന്നുമില്ലായിരുന്നു. അപ്പൂന്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പൊ പോയി കണ്ട് സംസാരിച്ചിട്ട് പോരാന്ന് ഓർത്തുകൊണ്ട് അവിടെ ഒന്ന് കയറി. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. ഇപ്പൊ മുത്ത് ഇനിയും വൈകിട്ട് എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അല്ലെങ്കിൽ മുത്ത് ജിമ്മിനൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് അവനിറങ്ങി അവനെ നോക്കി നിന്ന് അങ്ങനെ കുറച്ച് വൈകിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ നമ്മളെന്നും വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തിരിച്ച് വീട്ടിലെത്തണം. ഇന്ന് അവിടെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കോളേജില്. ഉച്ച കഴിഞ്ഞ് പ്രോഗ്രാമിനൊക്കെ പോയേക്കുമായിരുന്നു. രാവിലെ പോയില്ല. രാവിലെ വീടിനാണ് മൊത്തം ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്കാണ് പ്രോഗ്രാമിന് പോയത്.
അപ്പൊ നാളെ ഓഗസ്റ്റ് 1 മുതൽ അവർക്ക് ക്ലാസ് തുടങ്ങും. പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ അമ്മമാരൊക്കെ കുറച്ചുപേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പഠിച്ചിറങ്ങിയവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കോളേജാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം അത് കേട്ടപ്പോൾ കേട്ടോ. അപ്പം എന്താ പറയുക, സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരോട് വീണ്ടും വീണ്ടും സ്നേഹം അറിയിക്കുകയാണ്. ഒത്തിരി പേര് ചോദിച്ചു മോനിക്കുട്ടന് വിഷമമായിരുന്നു അച്ചാച്ചനെ വിട്ടിട്ട് പോരാനെന്ന്. മോനിക്കുട്ടന് വിഷമമാണ്, ഇപ്പോഴും വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? എന്നാ പിന്നെ തന്നെ എടുത്തു വെച്ചിട്ട് ഞാൻ കുളിച്ച് ജപിച്ചു വരാം കേട്ടോ. മീന് ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചു. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. മോനുകുട്ടൻ മീന്തല കളഞ്ഞത് പൂച്ച തിന്നുന്നത് കാണാൻ വന്നിക്കുക. എന്നോട് പറഞ്ഞു മീന്തല കളയരുത്, പൂച്ചക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ അവിടെ കളഞ്ഞപ്പോഴത്തേക്ക് പൂച്ച വന്നു. അതും കണ്ടുകൊണ്ട് നിൽക്കുക ഇവിടെ. ഒരു പൂച്ച ഒരാളെ മാന്തി. ഈ പൂച്ചയില്ലേ, 2 പൂച്ച വന്നു, ഒരാളെ മാന്തി. അത് കഴിക്കുന്നില്ല, പിണങ്ങിയിരിക്കുവാണ്. കുറേ തുണികൾ മടക്കി വെക്കാനുണ്ട്. നമ്മുടെ ഭാരം താങ്ങി കസേരയിൽ ഇട്ടേക്കും കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. മോനുകുട്ടൻ എന്നെ സഹായിക്കാൻ വന്നിരിക്കുവാണ്. എന്താ 12 മണിക്കൊന്നും കഴിച്ചില്ല ഞാൻ. കഴിക്കാൻ സമയമായല്ലോ. ബിസ്ക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ABCD ബിസ്ക്കറ്റ്. അച്ചാച്ചന്റെ ഡ്രസ്സാ. എന്താ വാങ്ങിക്കാപ്പന്റെ? ഓ, ഇത് ഇങ്ങനല്ലേ? നോക്കും, ഇങ്ങനെ പിടിക്കുവാണ്. അവിടുന്ന് ആകെ മോനെ ബാംഗ്ലൂരിൽ പോയി മേടിച്ചു എന്ന് പറയുന്ന സാധനം ഇതാട്ടോ. മോനുകുട്ടന് ഒരു ടീഷർട്ട് 99 രൂപ കേട്ടോ. വില കുറവാണ്. കുഞ്ഞുങ്ങൾ എന്തുവാ 8.0 8.9 ഭയങ്കര വില. TV ചാർജ് ചെയ്യണം കേട്ടോ, നമുക്ക് ശാലവും. അപ്പോഴേ മുത്തിന്റെ പാചകം വലിയോ? വേവിച്ചോ? വെള്ളത്തിലിട്ട് വേവിച്ച് പറ്റിച്ചെടുത്തോ? അവിടെ ചേട്ടൻ പറഞ്ഞില്ലേ വെള്ളം എവിടെ കണ്ടു എടുത്തിട്ട് അടുത്തേക്ക് വരും. ഇന്നവിടെ രാത്രി സോയാബീന് അതിന്റെ പാചകം പറഞ്ഞു കൊടുക്കുക. സോയാബീനോ? അതിനകത്ത് ഇച്ചിരി ഉപ്പിട. അത് 1 സ്പൂൺ ഉപ്പിട. 1 സ്പൂൺ കാണിച്ചിട്ടൊക്കെ ഇടും. കൈ കാണാം.
ആ അതിട് അതിട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി. കണ്ടില്ല. അയ്യോ അത്രയൊന്നും ഇടല്ലേ ആരും. ഇച്ചിരി ഇടൊരു കളറിന് മാത്രം. എന്തേ ആ അതിട്. അത് മതിയടാ ഇട്. ഇട്ടിട്ട് ആ സോയാബീന്റെ ലെവൽ കാണുന്നില്ല. നിന്നെ അത് കാണിക്കടാ, അവനെ കാണണം മോനുകുട്ടൻ. ഇതെന്തുവാ വെള്ളം പോലെ? വെള്ളം കുടിക്കുവാനുണ്ട്. വെള്ളം എടുക്കും അതിനെ തൊഴിൽ. ഇനി ഗ്യാസ് ഓണാക്കണം. അത് ഗ്യാസ് ഓണാക്കി അത് വേവും. അത് ഇളക്ക്. ആ മഞ്ഞപ്പൊടി ഒന്ന് ഇളക്ക്. സവാള അരി അരി അരി. തക്കാളി അരി അരി അരി. എന്റെ ഇങ്ങോട്ട് അരെയോ വീഡിയോക്കകത്ത് കാണിക്കണ്ടേ? എനിക്ക് വിശക്കും. വിശക്കണി നീച്ച് പിടിച്ചിരിക്കും. അമ്മ മകാൻ കഴിക്കാനാന്നോ അത് അങ്ങനെ എടുക്കുന്നേ? ചോറ് വേണ്ടേ? ചോറ് വേണ്ടേ? ഇച്ചിരി ചോറുണ്ട്. തീർന്നേക്ക. അമ്മയ്ക്ക് വേണോ അത്? അതുകൊണ്ട് പൂരിയുടെ കൂടെ രാവിലെ ഉണ്ടാക്കിയത്. ചോറും ഉമ്മണി ചക്കയും ഉണക്കമീൻ തോരനും ഒക്കെ കൂട്ടി നമുക്ക് ഇന്ന് അത്താഴം കഴിക്കാം. ഓ ശരി ആയിക്കോട്ടെ സാറ്. ഉണക്കമീനും ചക്കക്കുരുവും കൂടെ തോരൻ വെച്ചതാട്ടോ. ചക്ക വേവിച്ചത്, പിന്നെ മോരേറിയും ഇച്ചിരി ചമ്മന്തിപ്പൊടി എടുത്തു. പതിവ് പോലെ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കണേ എന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാട്ടോ. ടാറ്റാ, ഓക്കേ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.